എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ജോഗ്രഫിയിലെ ഓരോ ടോപ്പിക്കുകളാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ നദികളെക്കുറിച്ച്, അതേപോലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ അവയെക്കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള PSCയുടെ, അതായത് പ്രത്യേകിച്ച് 10th പ്രിലിംസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ മത്സ്യബന്ധനമാണ്. അപ്പോൾ കേരളത്തിലെ മത്സ്യബന്ധനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. മത്സ്യബന്ധനം. അപ്പം കേരളത്തിലെ മത്സ്യബന്ധനത്തിനെ കുറിച്ചാണ്, അതുമായി അതായത് മത്സ്യബന്ധനം എന്ന് പറയുന്ന ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ PSCക്ക് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളെ ക്ലാസ്. ഓക്കെ, അപ്പം നമ്മൾ മത്സ്യബന്ധനത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് പിസികൾച്ചർ. എന്താണ് പിസികൾച്ചർ? എല്ലാവർക്കും അറിയാം അല്ലെ. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യങ്ങളെ വളർത്തുന്ന രീതി എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറയുക എന്താ? പിസികൾച്ചർ എന്നാണ്. എങ്ങനെയാണ് ശരിക്കും പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ? അതായത് പിസികൾച്ചർ എന്ന് പറയുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ ജലാശയങ്ങളിലും അതേപോലെ വയലുകളിലും കൃത്രിമമായിട്ട് നമ്മൾ നിർമ്മിക്കുന്ന ടാങ്കുകളിലുമൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യങ്ങളെ വളർത്തുന്ന രീതിക്കാണ് എന്ത് പറയുക? പിസികൾച്ചർ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ്? പ്രകൃതിദത്തമായ, അതായത് നമ്മളുള്ള സാധാരണയുള്ള ജലാശയങ്ങളിൽ, അതേപോലെ വയലുകളിൽ, കൃത്രിമമായിട്ട് നാം നിർമ്മിക്കുന്ന ടാങ്കുകളിലൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മത്സ്യങ്ങളെ വളർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ മത്സ്യങ്ങളെ വളർത്തുന്ന ആ രീതിക്കാണ് എന്ത് പറയുക? പിസികൾച്ചർ എന്ന് പറയാം. ഇനി മറ്റൊരു പേരാണ് ഇക്തിയോളജി. എന്താണ് ഇക്തിയോളജി? ഇക്തിയോളജി എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഇക്തിയോളജി. പിസികൾച്ചർ എന്ന ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണെങ്കിൽ ഇക്തിയോളജി എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഇക്തിയോളജി. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മത്സ്യങ്ങളെ കുറിച്ചുള്ള പറയുന്നതായതുകൊണ്ട് ഈ രണ്ട് പേരുകളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? കേരളത്തെ മൂന്നായിട്ട് വേർതിരിക്കുന്നുണ്ട് അല്ലെ, അല്ല മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു? മലനാട്, ഇടനാട്, അതേപോലെ തന്നെ ഏതാണ്? തീരപ്രദേശം അല്ലെ. അപ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്ന് മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പം ഏറ്റവും കൂടുതലുള്ളത് 48% ആരാണ്? മലനാടാണ്. ഇടനാട് 41%. 10% മാത്രമാണ് ആര്? തീരപ്രദേശം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇനി മലനാട് എന്ന് പറഞ്ഞാൽ എന്താ? സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഏത്? മലനാടില് ഉൾപ്പെടുക. എന്നാൽ തീരപ്രദേശം എന്ന് പറയുന്നെങ്കിൽ സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെ, സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് എന്ത്? തീരപ്രദേശം എന്ന് പറയാം. കേരളത്തില് ഏറ്റവും ജനസാന്ദ്രത കൂടിയ, കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് ഇത്? തീരപ്രദേശം. കേരളത്തിൽ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശമാണ് ഇത്? തീരപ്രദേശം അല്ലെ. ഇനി അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത നമ്മൾ പറയുന്നത് മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലാണ്. അതായത് മത്സ്യത്തിന്റെ ഉൽപാദനം അല്ലെ. ഇപ്പം ലോകത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മത്സ്യ ഉൽപാദനത്തിന്റെ കാര്യത്തില് ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ. എങ്ങനെയാണ്? ലോകത്തില് മത്സ്യം ഉൽപാദിപ്പിക്കുന്ന ഇതില്
ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഒന്നാമത്തെ രാജ്യം ഏതായിരിക്കും? ഫസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, ചൈനയാണ്. ചൈന. അപ്പം ലോകത്തിലെ മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈന, രണ്ടാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇനി ഇന്ത്യയിൽ നമ്മൾ മത്സ്യ ഉൽപാദനം പറഞ്ഞു, അതായത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ മത്സ്യ ഉൽപാദനത്തിൽ രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇത്. ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ആര്? ഇന്ത്യ, അല്ലെ? അപ്പം ഇന്ത്യയിലുള്ള ഈ മത്സ്യ ഉൽപാദനത്തിൽ തന്നെ അതില് 74.74% എന്താണ്? ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യയില് മൊത്തമുള്ള മത്സ്യ ഉൽപാദനത്തില് 74.74% എന്താണ്? ഉൾനാടൻ മത്സ്യ ഉൽപാദനമാണ്. ഏതാണ്? ഉൾനാടൻ മത്സ്യ ഉൽപാദനമാണ്. ഉൽപാദനത്തിലൂടെയാണ് 74.74%. ഇത് ഏതിന്റെ കേസിലാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ. ഇനി കേരളത്തിൽ എടുത്താല് കേരളത്തിലുള്ള മത്സ്യ ഉൽപാദനത്തിന്റെ, അതായത് കേരളത്തിലുള്ള മത്സ്യ ഉൽപാദനത്തില് എത്രയാണ്? 30.17% ഏതാണ്? ഉൾനാടൻ മത്സ്യ ഉൽപാദനമാണ്. കേരളം. ഓക്കെ, 30.17% എങ്ങനെയാണ്? ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിലൂടെയാണ് കേരളത്തിലെ മത്സ്യ ഉൽപാദനം വരുന്നത്. ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെ? 74.74% എന്താണ്? മത്സ്യ ഉൽപാദനം എവിടെയാണ്? ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിലൂടെയാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക ഈ കണക്ക്. അപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് പിസിക്കൾച്ചർ എന്താണ്, ഇക്തിയോളജി എന്താണ്, നമ്മൾ അതേപോലെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ വേർതിരിക്കുന്നത്, പിന്നെ അതായത് കേരളത്തിൽ ഇതെന്തായിരുന്നു? കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് ഇത്, തീരപ്രദേശം. പിന്നെ ലോകത്ത് മത്സ്യ ഉൽപാദനത്തില് ഒന്നാം സ്ഥാനം ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയിലുള്ള മത്സ്യ ഉൽപാദനത്തില് 74.74% ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കേരളത്തില് 30.17% എങ്ങനെയാണ്? ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിലൂടെയാണ് കേരളത്തിലെ മത്സ്യ ഉൽപാദനത്തിന്റെ വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി പോയിന്റ്സ് കൂടി പഠിക്കാം. ഇത് നമ്മൾ പറയുന്നത് കേരളത്തില് മൊത്തം എത്ര തുറമുഖങ്ങളുണ്ട്? കേരളത്തിൽ മൊത്തം 24 തുറമുഖങ്ങളാണുള്ളത്. കേരളത്തിൽ മൊത്തം എത്ര തുറമുഖങ്ങളുണ്ട്? 24 തുറമുഖങ്ങളാണ് ഉള്ളത്. ആ 24 തുറമുഖങ്ങളിൽ തന്നെ പൊന്നാനി, അതേപോലെ വിഴിഞ്ഞം, അതിൽ തന്നെ പൊന്നാനി വിഴിഞ്ഞമൊക്കെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച തുറമുഖങ്ങളാണ് ഇത്, പൊന്നാനിയും വിഴിഞ്ഞവും. ഓക്കെ, അപ്പൊ കേരളത്തിൽ എത്ര തുറമുഖങ്ങളാണ്? മൊത്തം 24 തുറമുഖങ്ങളുണ്ട്. അതിൽ പൊന്നാനി വിഴിഞ്ഞമൊക്കെ എങ്ങനെയാ? സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച എന്താണ്? തുറമുഖങ്ങളാണ്, അല്ലെ ബീച്ചുകളാണ്. ഓക്കെ, ഇനി കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാ? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാ? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് ഇത്, വിഴിഞ്ഞം തുറമുഖം. തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് ഇത്, വിഴിഞ്ഞം തുറമുഖം. ഈ വിഴിഞ്ഞം തുറമുഖം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തുറമുഖവും. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തുറമുഖവും ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖവും തെക്കേ അറ്റത്തെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ തുറമുഖം എന്ന് പറയുന്നത് മഞ്ചേശ്വരം തുറമുഖമാണ്. മഞ്ചേശ്വരം തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള തുറമുഖം. കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ തുറമുഖം എന്ന് പറയുന്നത് ഏതാണ്? മഞ്ചേശ്വരം തുറമുഖമാണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത്
കേരളത്തിലെ മത്സ്യ ഉൽപാദനത്തിന്റെയൊക്കെ തോതൊന്ന് കൂട്ടാനും അതേപോലെ ഒന്നുകൂടി നന്നാക്കാനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണ് കേരളത്തിലെ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. എന്താണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്? ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് അല്ലെ. ഈ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് നിലവിൽ വന്ന തുറമുഖം ഏതാണ്? നിലവിൽ വന്ന സ്ഥലം ഏതാണ്? നീണ്ടകര. എവിടെയാണ്? നീണ്ടകരയിലാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് നിലവിൽ വന്നത്. ഇനി ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് തുടങ്ങുന്നത് എന്നാണ്? 1954 ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. അപ്പം ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിലെ ആരൊക്കെയാണ് പങ്കാളിത്തം ഉള്ളത്? അതായത് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിലുള്ള പങ്കാളികൾ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യ, മറ്റൊരാളാണ് ആര്? നോർവേ അല്ലെ. ഇന്ത്യ, നോർവേ, അതേപോലെ തന്നെ ഒരാളും കൂടെ ഉണ്ട്, ഐക്യരാഷ്ട്ര സംഘടന. ഇവർ മൂന്ന് പേരാണ് ഈ പ്രോജക്റ്റിലുള്ള പങ്കാളികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് ഏത്? കരിമീൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമാണ് ആര്? കരിമീൻ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ കടൽ തീരങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മത്സ്യം ഏതാണ്? ഇത് മത്തിയാണ്. മത്തി. മത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതലുള്ള ഒരു മത്സ്യമാണ് ഇത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതലുള്ള ഒരു മത്സ്യമാണ് ഇത് മത്തി. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. ഓക്കെ. അപ്പം ഈ നമ്മൾ ഉള്ള ഈ മത്സ്യങ്ങളിൽ നിന്നുള്ള ഈ മത്സ്യ എണ്ണകളിൽ നിന്നൊക്കെ നമുക്ക് ധാരാളമായി കിട്ടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റമിൻ എ ആണ്, ജീവകം എ ആണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഇതെന്താ 24 എന്ന് പറഞ്ഞാൽ എന്തേലും കേരളത്തിലെ മൊത്തം തുറമുഖങ്ങളാണ് എത്ര? 24. അതില് പൊന്നാനിയും വിഴിഞ്ഞത്തിന്റെയും പ്രത്യേകത എന്താ? സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച തുറമുഖങ്ങളാണ് ഇത് പൊന്നാനിയും വിഴിഞ്ഞും. പിന്നെ ഏറ്റവും ആഴം കൂടിയ, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് ഇത് വിഴിഞ്ഞം. അതേപോലെ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ തുറമുഖമാണ് ഇത് വിഴിഞ്ഞം. അപ്പൊ നമ്മള് വടക്കേ അറ്റത്തെ തുറമുഖവും പഠിച്ചു. ഏതാണ്? മഞ്ചേശ്വരം. പിന്നെ നമ്മൾ പറഞ്ഞ ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എവിടെയാണ് നിലവിൽ വന്നത്? കേരളത്തിലെ നീണ്ടകരയിലാണ്. അപ്പൊ എന്നാണ് ആരംഭിച്ചത്? 1954. അതിലുൾപ്പെട്ട പങ്കാളികൾ എന്ന് പറയുന്നത് ഇന്ത്യ, നോർവേ, അതേപോലെ ഐക്യരാഷ്ട്ര സംഘടന. പിന്നെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്ന ആരാണ്? കരിമീനാണ് അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.